കൺകുളിർക്കുന്ന കാഴ്ചകൾ ഗൈസ്, കൺകുളിർക്കുന്ന ഗൈസ്. ഗൈസ് ഇവിടെ വെച്ചാണ് പോലീസ് ഞങ്ങളെ തൂക്കി. നാഷണൽ അവാർഡ് വാങ്ങിച്ച പോലെ പറയുന്നത്, പോലീസ് തൂക്കി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020-2025. ഞാൻ പാർവതി. അപ്പൊ നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പൂജാമോൾ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഒട്ടുമിക്കവർക്കും അറിയാം. +2 പരീക്ഷയ്ക്ക് പോയ സമയത്ത് +2 പരീക്ഷ എഴുതാതെ ഒരുത്തിന്റെ കൂടെ ചാടിപ്പോയ ഒരു പെൺകൊച്ച്. അവര് പുതുതായിട്ട് ഒരു 2 മാസത്തിന് ശേഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ അത് ക്ലിക്കായി വരികയും ചെയ്തിരുന്നു. അപ്പം അത് അന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാവരും എടുത്ത് അവരെ എടുത്ത് പൊങ്കാലിട്ടു അങ്ങനെ വൈറലാക്കിയ 2 പേര്. അപ്പൊ അവരുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നെങ്കിലും അവർ വിവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ ഓരോരുത്തരുടെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞങ്ങളെ വിറ്റ് ജീവിക്കുന്നു എന്ന്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെ വിറ്റ് ജീവിക്കില്ല. നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളും ആ തരങ്ങളും വിളിച്ചു പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മുടെ ബിഗ് ബോസിന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇവരുടെ വീഡിയോസ് നമ്മുടെ കണ്ണിപ്പെട്ടിരുന്നു. നമ്മൾ വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്ത കാരണം ചെയ്യാനാണ്. അപ്പൊ ഇവര് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 10 ദിവസം ഒരാഴ്ച മുമ്പ് ഇട്ട ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുകൊണ്ടും ഇത് പൊട്ടിക്കാനുള്ള ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ നാട്ടുകാർ പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനോട് എതിർപ്പാണ്. പാറകളുടെയും ആഗ്രഹം പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാരണം ഞങ്ങൾ ഈ പാറ കറങ്ങാൻ വന്നു. ഞങ്ങളെ കറങ്ങാൻ വന്നത് പൊക്കി മീൻസ് തൂക്കി. അങ്ങനെ ഞങ്ങൾ ആ പാറയിൽ ഞങ്ങൾ വിഷമിച്ചൊക്കെയാണ് കേസ് ഇറങ്ങിപ്പോയത്. പൊക്കിയപ്പോൾ കറങ്ങാൻ വന്നത് പൊക്കി മീൻസ് തൂക്കി. കൺകുളിർക്കുന്ന കാഴ്ചകൾ ഗൈസ്, കൺകുളിർക്കുന്ന ഗൈസ്. ഇവിടെ വെച്ചാണ് പോലീസ് ഞങ്ങളെ തൂക്കി. നാഷണൽ അവാർഡ് വാങ്ങിച്ച പോലെ പറയുന്നത്, പോലീസ് തൂക്കി. അവന്റെ ഒക്കെ ഒരു സംസ്കാരം കണ്ടില്ലേ? ഒരു 10-16 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെയും വിളിച്ചുകൊണ്ട് വന്നാലേ പോട്ടെ, അവർക്ക് എത്ര 18 ആയാലും പോട്ടെ, വിളിച്ചുകൊണ്ട് വന്നിട്ട് പോലീസ് തൂക്കിയതൊക്കെ എന്ത് അഭിമാനത്തോടെയാണ് പെൺകൊച്ച നീ കൂടി എന്ന് പറഞ്ഞിട്ട് അപ്പനെ അമ്മനെയൊക്കെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ, മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്തത്. കൊള്ളാം. എങ്ങനെ ഇരിക്കുന്ന? കാണിച്ചു കൊടുക്ക്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ടീനേജേഴ്സ് കാണിച്ചു കൊടുക്കുക. അവരും വഴിപഴിച്ച് പോട്ടെ. ഇതുപോലെ 4 പേരുടെ തോള കയറി അവരും പോട്ടെ. നല്ലതാണ്, കാണിച്ചു കൊടുക്കുക. എന്ത് മഹത്തായ സംഭവങ്ങൾ! എന്താ രസം കാണാൻ! വളരെ രസം എടുക്കുമല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും ഒരുപാട് ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ കയറി പോകുന്ന വഴിക്കൊന്നും ഒരാൾക്കാരെയും ഒരു പട്ടിക്കുഞ്ഞിനെയും പോലും കാണുന്നില്ലല്ലോ മോനെ. എന്തേ കാണാത്തത്? ഒരു പേരിന് പോലും ഒരു പൂച്ചലോ പട്ടിയോ. എന്റെ പൊന്നു ഗൈസ്, ആ സ്ഥലം ഒന്നും കണ്ടു നോക്കിയേ. ഒരു പട്ടിക്കുഞ്ഞ പൂച്ചക്കുഞ്ഞ പോലും ഇല്ല, ഒരു പട്ടി പോലും അങ്ങോട്ട് കയറി ചെന്നിട്ടില്ല. ഈ പെങ്കൊച്ച് എന്ത് ധൈര്യത്തിലാണ് കല്യാണത്തിന് മുമ്പ് ഇവന്റെയൊക്കെ പുറകിൽ ഇങ്ങനെ വിളിക്കുന്നിടത്തൊക്കെ കയറി ചെല്ലുന്നത്? അന്നേരം പോലീസും തൂക്കിയതാണ് കുഴപ്പം. അതും വളരെ നാഷണൽ അവാർഡ് വാങ്ങിച്ച രീതിയിലാണ് പറയുന്നത്. ഇവിടെ വെച്ചാണ് ഗൈസ് ഞങ്ങളെ പോലീസ് തൂക്കിയെന്ന്. എന്റെ പൊന്നടേ, എന്റെ പൊന്നു പിള്ളേരെ ഇതൊന്നും കാണുന്നത്, നിങ്ങൾ ഇതൊന്നും വലിയ ഇൻഫ്ലുവൻസ് ആയിട്ടൊന്നും കരുതരുത്. ഇതൊക്കെ തെമ്മാട്ടനാണ്, തല്ല് വാങ്ങിച്ചു കൂടുന്ന പരിപാടിയാണ് ഇത് നിങ്ങൾ കാണിച്ചു കൂടുന്നത്. അതും പറയാന്നുണ്ട്, ഇത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ പോരെ, അല്ലെങ്കിൽ അതിലൊക്കെ താരതമ്യം പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഈ ക്യാമറയിൽ നോക്കി ഈ പിള്ളേരെ മനസ്സോട്ട് ഇതൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്? നിന്റെ ഇത് കാണുമ്പോൾ അടപടലം തരിച്ചു കയറുവാണ്. ഇതൊക്കെ കാണുന്ന നിന്റെ അപ്പന്റെ അമ്മയുടെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി എന്റെ പൂജയെ. അവരെ ഒന്നാമത് നീ അവരുടെ മുഖത്ത് കരി വാരി വെച്ചിട്ടാണ്. പിന്നെയും അവരെ നിർത്തി തൊലി ഉരിപ്പിക്കുന്ന പരിപാടി കാണിക്കാൻ. ഇതിൽ പൂജയുടെ ഹസ്ബൻഡും പൊന്നൂസ് വളരെ ഹാപ്പിയാണ് ഗൈസ്. ഇവനെ ഓരോരോ വീഡിയോക്കകത്തും ആ പെൺകൊച്ച് ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വിടക്കത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിൽ ഇവർ കാണിക്കുന്നത്, ഇവർ അവരാധിക്കാൻ പോയ കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇടുന്നത്? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെറിയ ടീനേജ് പിള്ളേർ കാണും, വ്യൂസ് കാണാൻ, +1-നും +2-നും പഠിക്കുന്ന പിള്ളേർ കാണും. ഇവളെന്തോ വലിയ കാര്യമാണ്. ആ സ്ഥലം നോക്കി ഒരു മനുഷ്യരും കയറി പോത്ത കാടും പടലും ഉള്ള ഏതോ ഒരു കുന്നുമല. ആ കുന്നുമല കയറി പോയിട്ട് ഇവർ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്ന സമയത്ത് പോലീസ് പിടിച്ചതാണ്. ഇപ്പൊ ഇത്രയും വലിയ ഹൈപ്പിൽ ഇവർ കൊടുത്ത് കാണിക്കുന്നത്. ഇവർക്ക് എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഓൾമോസ്റ്റ് ഇവരുടെ വീഡിയോസ് കാണുന്ന എല്ലാം ടീനേജ് പിള്ളേരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ ഒരു ഇതിലോട്ടാണ് പറയുന്നത്. ഞാനും എന്റെ പൊന്നൂഷും കൂടെ അവിടെ പോയി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പോലീസ് ഞങ്ങളെ തൂക്കി ഗൈസ്. എന്തുവാണോ ഇതൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങളെ വിറ്റ് ജീവിക്കുന്നുമല്ല, രണ്ടെണ്ണം പറയാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ആ പെങ്കൊച്ച് അവൾ എന്തൊരുത്തിയാണ്, തന്റെ അമ്മ കെട്ടി പൊതിഞ്ഞ് ചോറും പൊതിയായിട്ട് കൊടുത്തു വിട്ടത്. അത് കണ്ടവന്റെ കൂടെ +2-ന് പഠിക്കാൻ പോയതാണ്. അത് കണ്ടവന്റെ കൂടെ കറങ്ങാനുണ്ട്. അവൾ എന്ത് മഹാത്മ്യമായിട്ടാണ് വന്ന് പറയുന്നത്? കൊച്ച, നിനക്ക് ഒരു ശകലം പോലും വകതിരിവില്ലേ? നാളെ നിനക്കൊരു 2 പിള്ളേരുണ്ടായി, ആ പിള്ളേർ ഇതുപോലെ തന്നെ പോണമെന്നാണോ നീ പറഞ്ഞു കിടക്കുന്നത്? നീയൊക്കെയോ നശിച്ചു, നീയൊക്കെ ഏതെങ്കിലും ഒരു വഴിക്കായി, അല്ലെങ്കിൽ നശിക്കുന്നില്ല, നീയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി. പക്ഷെ ഇത് കാണുന്ന കുറെ കുട്ടികൾ കാണും.
ശരി, നിനക്കൊക്കെ എന്തോ ഒരു ലക്കം ഉണ്ട്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് അത് ക്ലിക്കായി, അത് പോട്ടെ. ഇത് കാണുന്ന ഒരു അനേകായിരം കുട്ടികൾ കാണും. ഇത് ഇവരെല്ലാം ഓരോരോ മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് അതുങ്ങൾ നാളെ ഒരുത്തന്റെ കൂടെ ചാടിക്കും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോരോ ഒരു ആൾതാമസം പോലില്ലാത്ത ഓരോരോ സ്ഥലങ്ങൾ നീയൊക്കെ തന്നെ കാണിച്ചു കൊടുക്കും. ഇവിടെ നല്ലതാണ് ഗൈസ്, ഇവിടെ പാറക്കെട്ടാണ് ഗൈസ്, ഇവിടെ ഒരു മനുഷ്യർ വരത്തില്ല ഗൈസ്, ഇവിടെ നല്ലതാണ്. ആ കയറിപ്പോന്ന കണ്ടില്ല, അവനൊക്കെ അണക്കിയതാണ്. ആ കയറിപ്പോന്ന സമയത്ത് അവൻ നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. എന്തിന്റെ കുഴപ്പമാണ് നിനക്കൊക്കെ? ഒരു 10 പേരുള്ളടത്ത് ഒരു കോഫി ബാറിലോ അവിടെയൊക്കെ പോയിരുന്ന് സംസാരിക്കണം. ഒരു മനുഷ്യനും ഇല്ലാത്തടത്ത് നീയൊക്കെ ഒരു 10ഉം 15ഉം വയസ്സുള്ള പ്രായത്തിൽ നീയൊക്കെ മൂത്തിട്ട് കയറിപ്പോയി. അതും പോരാഞ്ഞിട്ട് അതിപ്പോ ഒരു ഇത്രയും 1000 കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള നീയൊക്കെ അതിരുന്ന് വലിയ വീരപദത്തോടെ വന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് വിളപ്പുന്നു. നീയൊക്കെ ഓരോരോ പിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അടങ്ങുള്ളെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിയേക്കുവാണോ? പൂജാമോളോടും ഹസ്ബൻഡിനോടുമാണ് ചോദിക്കുന്നത്. നിനക്കൊക്കെ തീരെ വകതിരിവില്ല. അതുകൊണ്ടാണ് നീയൊക്കെ ഈ മാതിരി തരത്തിലെ പരിപാടി കാണിക്കുന്നത്. എന്തൊക്കെയോ കണ്ടന്റ് ഒക്കെ നിനക്ക് കിട്ടും. നിനക്കൊക്കെ ഇത് മാത്രമേ കിട്ടുള്ളൂ. നീയൊക്കെ കഴിഞ്ഞ കാലത്തെ ഉണ്ടാക്കിയ കോപ്രായങ്ങളെല്ലാം ഈ കൊച്ചു പിള്ളേരുടെ മനസ്സിലോട്ട് നീയൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണോ വേണ്ടത്? നിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? എത്ര പറഞ്ഞാലും എത്രയോ ആൾക്കാരെടുത്ത് ഇവരെടുത്ത് റോസ്റ്റ് ചെയ്താണ്. എന്നിട്ടൊന്നും അതൊന്നും കൂസലാക്കാതെയാണ് ഈ തോന്നിവാസം മൊത്തം കാണിക്കുന്നത്. നിന്റെയൊക്കെ മനോഭാവം എന്താണെന്ന് ഒരു പിടുത്തം. അവൾ എന്തോ ഒരു ഹാപ്പി 4 അക്ഷരം പഠിക്കേണ്ട സമയത്ത് പോയി പഠിക്കണമെന്ന് ഒരു കയറി കിടക്കാൻ നല്ലൊരു കൂര പോലും ഇല്ല. അവൾ എപ്പോഴും ഹാപ്പിയാണ് ഗൈസ്, ഹാപ്പിയാണ്. അവൾ ഒരിക്കലും ഒരു ഹാപ്പി ഒന്നും അല്ല. ഹാപ്പിയാണ് 1-2 വർഷമൊക്കെ ഹാപ്പിയാണ്. 1-2 വർഷം കഴിയുമ്പോൾ മോൻ ഈ ഹാപ്പിയൊക്കെ പോകും. പിന്നെ യൂട്യൂബ് ചാനൽ ക്ലച്ച് പിടിച്ചോണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ എല്ലാവർക്കും ഇതുപോലെയല്ല. ഈ കേൾക്കുന്ന പിള്ളേർ സെറ്റും എന്താണ്, അവർക്കൊരു യൂട്യൂബ് ചാനൽ ക്ലിക്ക് പിടിച്ചോണ്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവരെങ്കിലും തട്ടിമുട്ടി ജീവിച്ചോളും. എന്നാലും എല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം കിട്ടണമെന്നില്ല. ഇത് കണ്ടിട്ട് ചാടി പോയിട്ട് നാളെ ആത്മഹത്യയുടെ പക്കി കിടക്കുന്ന കുറെ പിള്ളേരുണ്ട്. വളരെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഗൈസ്. ഇവിടെ ഇത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത പ്ലേസ് ആണ് ഗൈസ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വന്ന് സംസാരിക്കുന്നത്. എന്റെ അമ്മ ഉണ്ടാക്കി തന്ന ചോറ് പാവം ആ അപ്പനും അമ്മയും എന്റെ മകള് സ്കൂളിൽ പോയേക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും. എനിക്കും ഉണ്ട് 2 പെമ്പിള്ളാര്. ഈ ഒരു വീഡിയോ കാണുമ്പം പെരുപെരലിന് തരിച്ചു കയറുകയാണ് ഇവിടെയൊക്കെ പോക്കൃത്തരം കാണിക്കുന്നത്. നീയൊക്കെ ഇപ്പൊ പഠിക്കത്തില്ല. നീയൊക്കെ ഒരു അമ്മയും അപ്പനുമായി കഴിയുമ്പോൾ ആ പിള്ളേർ ഒരു 5-8 ക്ലാസ്സിലാകുമ്പോഴത്തേക്ക് തുടങ്ങും നിന്റെയൊക്കെ ടെൻഷൻ. ഹോ, നമ്മളെല്ലാരും പ്രണയിച്ചു തന്നെയാണ് ഗൈസ് വിവാഹം കാണിക്കുക. പക്ഷെ ഈ മാതിരി തെമ്മാടിത്തരത്തിൽ നിന്ന് നമ്മൾ ആരും പോയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വകാര്യ ഒരു സമയം ഉണ്ടെങ്കിൽ ആ സ്വകാര്യ സമയം നിങ്ങളുടേത് മാത്രമായിട്ട് നിങ്ങൾ അത് കീപ്പ് ചെയ്യണം. ഇതുപോലത്തെ ഒരു കോപ്രായം ഒന്നും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഈ പിള്ളേരെ അല്ലെങ്കിൽ ഇതിന്റെ ഇങ്ങനെ ഒരു കാടും പടലുണ്ട് ഗൈസ്, ഇവിടെ നല്ല സേഫ് ആണ് ഗൈസ്, നിങ്ങൾക്ക് വരാൻ പറ്റിയ ഇടമാണ്, ഇവിടെ ഒരു മനുഷ്യരില്ല എന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന രീതിയിലാണ് നീക്ക് ഇത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും വേണം ഒരു ലിമിറ്റ് വേണം. എല്ലാത്തിനും ഒരു മറയും ഒളിയും മറയൊക്കെ വേണം. എല്ലാം സോഷ്യൽ അല്ലെങ്കിൽ ഇതൊക്കെ ആരുടെയും പറഞ്ഞാൽ പിന്നെ പോട്ടെന്ന് നോക്കാം. നീയൊക്കെ നിന്റെ കൂട്ടുകാരോട് ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഞങ്ങൾ ഇതെന്റെ ഇന്ന സ്ഥലത്ത് പോയിരുന്നു, അപ്പൊ ഞങ്ങളെ പോലീസ് പൊക്കിയിരുന്നു. അതൊന്നും വലിയ കുഴപ്പമില്ല. കൂടി വന്നാൽ 10-20 പേരെ അറിയും. പക്ഷെ അതുപോലെയല്ല, നീയൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇരുന്നുകൊണ്ട് 1000 കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള നീയൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല കാണിക്കുന്നത്. എന്റെ പൊന്നു കുട്ടികളെ, നിങ്ങളോടാണ് പറയാനുള്ളത്. ഈ മാതിരി ടമാറ്റരൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ പുറകിൽ പോകാതിരിക്കാൻ നിങ്ങളുടെ ജീവിതം പോകും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഒരു ബോധം. ഇങ്ങനെ കുറെ ഒരു ടീനേജ് പിള്ളേർ, ഒരു സെറ്റ് പിള്ളേർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഒളിച്ചോട്ടം പരിപാടി അത് കാണിച്ച് സോഷ്യൽ മീഡിയ. ഇപ്പൊ യൂട്യൂബ് ഉണ്ടെങ്കിൽ എന്തുമായെന്നാണ് അവരൊക്കെ വിചാരം. അപ്പൊ ഗൈസ്, ഇത് കണ്ടപ്പോ നമുക്ക് അടിമുടി തരിച്ചു കയറി, അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നെ നീയൊക്കെ പോയിട്ടുള്ള ഇനി കുറച്ച് സ്ഥലം കൂടെ കാണിച്ചു കൊടുക്കുക, പിള്ളേർക്ക് അത്രയും കൂടെ മോട്ടിവേഷൻ ആകട്ടെ. ഇനി എന്താണെങ്കിലും ഇനിയിപ്പം മുടിപ്പിക്കാനൊന്നുമില്ല. നീയൊക്കെ ഒരു സൊസൈറ്റി നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന കുറെ ഐറ്റങ്ങളാണ്. ഓക്കെ ഗൈസ്, ഇതുപോലെ കുറെ ഐറ്റങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല, 2 എണ്ണം പറയാതിരിക്കാനും പറ്റത്തില്ല. അത് ഈ മാതിരി തോന്നിവാസം കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ എന്തിനകത്ത് വന്നിട്ട് നിനക്ക് എന്തിന്റെ കേടാടി മറ്റമോളെ മറിച്ചമോളെ ഒന്നും വിളിക്കാൻ വരേണ്ട, കമന്റ് ബോക്സിൽ വരേണ്ട. നിങ്ങളെ വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയും ഇല്ല, നിങ്ങളെ വിൽക്കൊന്നുമല്ല. പിന്നെ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും പൊള്ളൂടെ ഇതുപോലത്തെ ഇത് കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ എത്ര പേരെയാണ് നീയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്? ഇനിയിപ്പോ വരി ഒരു മാസം കൂടെ ഇവന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് 1 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അവിടെ കയറി വരകും പിള്ളേര്. ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. നല്ല തന്നെ പൂജാമോളെ, നിനക്ക് നല്ലതായിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഗൈസ്, അപ്പം നമ്മുടെ ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോസ് ആണ്. ഇവന്മാരുടെ ഈ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്തതും ചെയ്തതാണ്. അപ്പം നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക്, ഷെയർ, കമന്റ്. ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. FC.